ഹലോ ഗായ്സ്, നമുക്ക് ഒരു കല്ലുമ്മക്കായിൻ്റെ റെസിപ്പി കണ്ടിട്ട് വന്നാലോ? കല്ലുമ്മക്കായി പൊരിച്ചത്. നമ്മളിവിടെ ഇതിന് കല്ലുമ്മക്കായി അരിക്കെടുക്കാന്നാ പറയാ, പല സ്ഥലത്തും പല പേരാ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കല്ലുമ്മക്കായി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മാവ് റെഡിയാക്കേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളിയും പെരിഞ്ചീരകവും കൂടി അരച്ച മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. വെള്ളം നോക്കി നോക്കി ചേർത്ത് കൊടുക്കുക. കുഴച്ച് നല്ല രീതിയിൽ മാവാക്കി എടുക്കണം. കൈവച്ചനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലായി വരുന്നവരെ കുഴച്ചെടുക്കണം. അപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. കല്ലുമ്മക്കായി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്താ ഈ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം മുഴുവൻ കല്ലുമ്മക്കായും ഇതേപോലെ മാവ് നിറച്ച് നമുക്ക് ഇഡ്ഡലി തട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവി വെക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലുണ്ടാവുക. ആവി കയറ്റിയതിന് ശേഷം കല്ലുമ്മക്കായിൻ്റെ തോടെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇതെന്താന്ന് വെച്ചാൽ ഇത് കല്ലുമ്മക്കായിൻ്റെ ഓരാണ്, അതായത് കല്ലുമ്മക്കായിൻ്റെ ഉള്ളിലുള്ള വെള്ളം. അത് നമ്മൾ കല്ലുമ്മക്കായി വൃത്തിയാക്കുന്ന ടൈം തന്നെ എടുത്ത് വെച്ചിട്ട് അരിച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറച്ച് എന്തെങ്കിലും കറുത്ത പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പാകത്തിന് മഞ്ഞൾപ്പൊടിയും നമുക്ക് എത്ര എരിവാണോ വേണ്ടത് അത്രയും മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ തോട് മാറ്റി വെച്ച കല്ലുമ്മക്കായി ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ട് ഒരു പാന് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കല്ലിൽ വെച്ച് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ മറിച്ചിട്ടത് കരിഞ്ഞു പോകാത്ത രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് മനസ്സിലാവും, കണ്ടാൽ തന്നെ വെന്തോ ഇല്ലയോ എന്നൊക്കെ. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായി അരിക്കെടുക്കുക ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ അടിപൊളി കല്ലുമ്മക്കായി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കല്ലുമ്മക്കായി അരിക്കെടുക്കാൻ ഞാൻ തന്നെയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായിൻ്റെ ഫ്ലഷ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഫ്രഷ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ നല്ല എരിവൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതെ നോക്കാത്തവർ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എന്നെ അഭിപ്രായം അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.